വാഹനം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻറ്റീരിയറിലാണെങ്കിൽ ആ മാറ്റിൻ്റെ താഴെയൊക്കെ മാറ്റുവാണെങ്കിൽ ഇഷ്ടം പോലെ പൊടി കാണും. പിന്നെ ഡാഷ് ഏരിയയിൽ സീറ്റിൽ മൊത്തത്തിൽ നല്ലോണം പൊടി കാണും. ഈ പൊടി തൂക്കാനായിട്ട് ഭയങ്കര മെനക്കേടാണ്. ഞാനാണെങ്കിൽ ചിലപ്പോൾ ഈ പെയിൻറ്റിങ് ബ്രഷൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തൂത്തിട്ട് കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ പൊടി മാറ്റി കളയാറുണ്ട്. എന്നാലും മൊത്തമായിട്ടൊന്നും ക്ലീൻ ആകത്തില്ല. ഇനി ആ പൊടി മൊത്തത്തോടെ തുടച്ചെടുക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്നാ ഈ തുണിയിൽ വെള്ളം മുക്കിയിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ഒരുമാതിരി ഈ ചെളി പിടിച്ചിങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ പ്രശ്നമൊന്നും വരാതെ മര്യാദയ്ക്ക് എങ്ങനെ ഈ ഇൻറ്റീരിയറിലെ പൊടി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു വാക്വം ക്ലീനർ മേടിച്ചു. ഇപ്പോൾ മേടിച്ചിട്ട് ഒരു 2 മാസമായി കേട്ടോ. അപ്പോൾ അത്യാവശ്യം എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. കാര്യം ഒരു അഫോർഡബിൾ റേറ്റിൽ എനിക്ക് 850 സാധനം കിട്ടി. അപ്പോൾ ഞാൻ 850 അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ആയതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് നോക്കാം, നല്ലതാണെങ്കിൽ നിങ്ങളോടും പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് സാധനം വന്നിട്ടുള്ളത്. ജസ്റ്റ് ഇതാണ്ട് ഇങ്ങനെ ഒരു പൈപ്പ് വരുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മളിങ്ങനെ സക്ക് ചെയ്തെടുക്കുന്ന പോർഷന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ അറ്റാച്ച് ചെയ്യാനായിട്ടൊരു ബ്രഷ് വരുന്നുണ്ട്. അതായത് നമ്മൾ സീറ്റ് ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഇതും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇതാക്കിക്കൊണ്ട് തന്നെ നമുക്ക്, അതായത് ക്ലീൻ ചെയ്യുന്ന കൂടെ തന്നെ ഇതിങ്ങനെ സക്ക് ചെയ്ത് അകത്തേക്ക് പൊക്കോളും. അങ്ങനൊരു കാര്യം കൂടെ. പിന്നെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ പവർ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ചാർജിങ് ഔട്ടിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ പവർ സോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിലേക്ക് പ്ലഗ് ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി ഒന്ന് ഓൺ ആക്കണം. വണ്ടി ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇതാണ്ട് കണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷനിങ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ലോങ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട പരിപാടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നോക്കുക, ഇല്ലെങ്കിൽ പിന്നെ ബാറ്ററി ഡൗൺ ആയിട്ട് ഉന്തിയെടുക്കേണ്ടതൊക്കെ വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് കാണിക്കാം. അപ്പോൾ ഡെമോ കാണിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിറ്റത്തുനിന്ന് ഈ പൊടിയൊന്ന് വലിച്ച് കാണിക്കാം. പൊടിയല്ല, മണ്ണ് തന്നെ വലിച്ച് കാണിക്കാം. കാരണം അകത്തിപ്പം നമ്മൾ കഴിഞ്ഞെടുക്കുന്ന ക്ലീൻ ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പൊടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഇതൊന്ന് വലിച്ച് കാണിക്കാം. കണ്ട് ഇത്രയും പോർഷനിൽ നിന്ന് നമുക്ക് വലിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ അതെ ഇവിടെ നമ്മൾ ഈ ഓൺ ഓഫിൻ്റെ അടുത്തുണ്ട് ഇങ്ങനൊരു റെഡ് സ്വിച്ച് ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതിങ്ങനെ ഊരി വരും. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഫിൽറ്റർ ഇരിക്കുന്നത്, അകത്തേക്ക് പോവാതെ. ഈ ഫിൽറ്റർ നമുക്ക് ഇതാണ്, ഇത്രയും മണ്ണാണ് ഇപ്പം വലിച്ചെടുത്തത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതെല്ലാം നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഡിറ്റാച്ച് ചെയ്യാം, ഇങ്ങനെ ഫുള്ള് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നൊരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ്ങും നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇതങ്ങ് കയറ്റി വെക്കാം. അപ്പോൾ എനിക്ക് ശരിക്കും ഈ വാക്വം ക്ലീനർ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ശരിക്കും ഈ സീറ്റ് ക്ലീൻ ചെയ്യുമ്പോഴാണ്. കാരണം ഇപ്പം നമ്മൾ സീറ്റ് മാറിയായിരുന്നു. അപ്പോഴത്തേന് മാറാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഈ ലോങ് പോകുമ്പോഴത്തേനും എൻ്റെ പഴയ സീറ്റ് ഉണ്ടല്ലോ അതിന് ഈ സൈഡിൽ വരുന്ന ഈ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേനും ലോങ് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സീറ്റ് ഒന്ന് മാറിയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം നമ്മൾ മാറിയിട്ടുള്ളത് എറണാകുളത്തെ എസ് ഗ്യാരേജിൽ നിന്നാണ്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ സീറ്റും ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും ചെയ്യിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് സീറ്റ് ക്ലീനിങ്ങിലോട്ട് ഒരു ഇതുണ്ട്. ഇതിന് അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഇങ്ങനെ ഉണ്ട്, കുറേ ഇങ്ങനെ ഇടകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ പൊടി ഇരിക്കും, എസ്പെഷ്യലി ഇത് ഇങ്ങനെ വരുന്ന ഏരിയകളിലൊക്കെ. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടും പോവാത്ത പൊടിയാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്രഷ് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അത് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ അത് സക്ക് ചെയ്തെടുത്തോളൂ. ബ്രഷ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുണ്ട്, ബ്രഷ് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെയാണ് തൂത്തുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ കണ്ടത് പക്കായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഏരിയാസ് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വരുന്ന ഈ എഡ്ജസ് നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു ബ്രഷും കൂട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ഈ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് 2 മാസം ആയിട്ടേ ഉള്ളൂ. 850 രൂപയ്ക്ക് എനിക്ക് ഇത് ലാഭമായിട്ട് തോന്നിയത്. നമ്മൾ ഗോ മെക്കാനിക്കിൻ്റെ ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാൽ ആ ബിഗ് ബില്ലിൻ്റെ സമയത്ത് മേടിച്ചാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അന്ന് 850 കിട്ടിയത്. ഇപ്പം എന്നാലും ചെറിയൊരു വേരിയേഷൻ ചിലപ്പം വിലയ്ക്കകത്ത് വന്ന് കാണും. അപ്പോൾ പണ്ടത്തെ പോലെ ഉണ്ടല്ലോ നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനായിട്ട് താഴെ ലിങ്ക് ഇട്ടിട്ട് നിങ്ങൾ തപ്പി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീനിൽ തന്നെ അടിയിലായിട്ട് വ്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ FB കാണുന്നവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേനും നമുക്ക് 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നാകുമ്പോഴത്തേനും വാറണ്ടി ഒന്നും നമ്മൾ വലിയൊരു നോക്കണ്ട, കിട്ടിയാൽ കിട്ടി അത്രയൊക്കെ വർത്താൽ മതി. പിന്നെ 850 രൂപയ്ക്ക് നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ തന്നെ എന്തായാലും 1 ഇയർ ഒന്നും കിട്ടിയില്ല തന്നെ നമുക്ക് അത്യാവശ്യം ഉള്ളത്
പണിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മീൻസ് ഉള്ളത് നോക്കിക്കൊണ്ട് കിട്ടും അങ്ങനെ. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അതായത് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമേ ഞാൻ ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അങ്ങനെ വലിയൊരു റിവ്യൂ ആയിട്ടൊന്നും എടുത്തല്ല കേട്ടോ. അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.